ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്പെഷ്യൽ മിൻറ്റ് ലൈമാണ്. അപ്പോൾ മിൻറ്റ് ലൈമിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, സാധാരണ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന പുതിന ലൈം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്ത രുചിയിൽ ചെയ്യാൻ പറ്റുന്നൊരു മിൻറ്റ് ലൈമാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൻറ്റ് ലൈമിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് മിൻറ്റ് ലൈം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ നീരാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതായത് പുതിനയില ഞാനിവിടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ പുതിനയില നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്ര ഒരു ഫ്രഷ് ആയിട്ടുള്ള പുതിനയില അല്ല, എന്നാലും കുറച്ചൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ പീസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഏലക്ക ചേർക്കാം. ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മിൻറ്റ് ലൈമിനെ സ്പെഷ്യലാക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈ വലുപ്പത്തിലുള്ളൊരു പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ വലിയ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ മിൻറ്റ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. പുതിന ലൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ നാരങ്ങ വെള്ളത്തിനേക്കാളും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ പുതിന ലൈം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ആ നാരങ്ങയുടെ ഒരു പുളിയും പഞ്ചസാരയുടെ മധുരവും ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ ചേർന്നിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോട്ടോസ് ഉണ്ടെങ്കിൽ FB പേജിലോ മെയിൽ ID-യിലോ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും താഴെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്